ദൈവം ഒരു പഗ്ഗാണ്. മനുഷ്യൻ എന്ന് തീരുന്നു, മൊത്തം മനുഷ്യരും ഈ ലോകത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ സർവ്വ ദൈവങ്ങളുടെയും കാറ്റ് പോകും. പ്രോട്ടോണോ ഇലക്ട്രോണോ അറിയുന്ന ഒരു ദൈവം ലോകത്തുണ്ടായിട്ടുണ്ടാവും, ഉണ്ടാവും, ഇന്നിനും ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവും. ഇന്നത്തെ മനുഷ്യൻ ഉണ്ടാക്കുന്ന ദൈവത്തിൽ IT ഉണ്ടാവും, AI ഉണ്ടാവും, പ്രോട്ടോൺ ഉണ്ടാവും, ക്വാണ്ടം ഫിസിക്സ് ഉണ്ടാവും. പഴയ ദൈവങ്ങൾക്കൊക്കെ അന്ന് മനുഷ്യൻ എന്തറിയാമായിരുന്നു, അത് ആ ദൈവങ്ങൾക്കും അറിയാം. സംതിങ് ലൈക്ക് എ പപ്പറ്റ്. ഇപ്പൊ നിങ്ങൾ ദൈവത്തിനോ പ്രേതത്തിനോ ചാത്തത്തിനോ മാടനോ മറുതയ്ക്കോ അല്ലെങ്കിൽ കാക്കറി പൂക്കറിക്കോ ഒരു തെളിവ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ കൂടെ പോകും. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അങ്ങനെ പോകും. തീർച്ചയായിട്ടും. ഇസ്ലാം ഈസ് എൻ ഐഡിയോളജി, ക്രിസ്ത്യാനിറ്റി ഈസ് എൻ ഐഡിയോളജി. ഫോർ എക്സാമ്പിൾ, ക്രിസ്ത്യാനിറ്റിയിൽ മനുഷ്യൻ പാപിയാണ്, പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ടാണ് ആൾ വരുന്നത്. ഒരു വെള്ളത്തിൽ മുക്കേണ്ട കാര്യമില്ല. സെമറ്റിക് മതങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്യമത ആരാധന എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നരകശിക്ഷ നൽകുന്ന കുറ്റം. ഷിർക്ക് എന്ന് പറയും. ഇവർ ഷിർക്കാണ് ഇതിലൂടെ ആചരിക്കുന്നത്. ചന്തമേറിയ പൂവിലും ശബളാഹമാൻ ശലഭത്തിലും എന്ന് പറയുന്ന എല്ലാ വസ്തുക്കളിലും ഈശ്വര ചൈതന്യം ഉണ്ട് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഒരു മുസ്ലിമിനോ ഒരു ക്രിസ്ത്യാനിറ്റിക്കോ സ്വീകരിക്കാൻ പറ്റില്ല. അവനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവും സൃഷ്ടിയും രണ്ടാണ്. ഹിന്ദുവിനെ, അദ്വൈതം മുന്നോട്ട് വെക്കുന്ന ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം നീ തന്നെയാണ് ദൈവം, എല്ലാത്തിലും തുടിച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് ഡയമെട്രിക്കലി ഓപ്പോസിറ്റാണ്. നമ്മുടെ ആർട്ടിക്കിൾ 25 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ദാറ്റ് മീൻസ് യു ഹാവ് ദ റൈറ്റ് ടു ബിലീവ് ഇൻ എനി റബ്ബിഷ് തിങ്സ്. വാട്ടോ മേ ബി അത് ചാത്തൻ സേവ ആയിക്കോട്ടെ, നരബലി ആയിക്കോട്ടെ, ഹജ്ജ് ആയിക്കോട്ടെ, എന്ത് സാധനത്തിലും വിശ്വസിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെ നിലനിന്നിരുന്ന തിന്മകൾക്ക് പോലും ചില പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, അയിത്തം എന്ന് പറയുന്നത് വളരെ ഒരു സോഷ്യൽ ഈവിളാണ്. പക്ഷേ അതിന് ഒരുപാട് പോസിറ്റീവ് സൈഡ് ഉണ്ട്, പ്രായോഗികത ഉണ്ട് എന്ന ആളുകൾ. ഫോർ എക്സാമ്പിൾ, അന്ന് തെങ്ങേക്കാരന് ആളിനെ കിട്ടുമായിരുന്നു, അതിജയൻ ആളിനെ കിട്ടുമായിരുന്നു, ഇന്നിപ്പോൾ ഇതിനൊന്നും കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. അത് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. മതം എന്ന് പറയുന്നത് പിന്നെ അതാണല്ലോ, അന്ധവിശ്വാസങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റാണല്ലോ. ഇതിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് അന്ധവിശ്വാസം എല്ലാം കൂടെ ഒരു സ്ഥലത്ത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം റിലീജിയൻ. എല്ലാവരും എത്തിസ്റ്റുകളായി റിലീജിയൻ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു 50 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ലോകം? സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഇപ്പോൾ ഈ വിശ്വാസം എന്ന് പറഞ്ഞൊരു സംഭവം, വിശ്വാസം ഇല്ലെങ്കിൽ പോലും ഈ റിലീജിയൻ കാരണം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു പോസിറ്റീവ് വശം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഈ റിലീജിയൻ ഈസ് ടോട്ടലി ബാഡ്, ടോട്ടലി ഈവിൾ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം റിലീജിയൻ ഒരു മാൻമെയ്ഡ് തിങ് ആണ്. ഇപ്പോൾ ദൈവം എന്നെങ്കിലും മനുഷ്യനെ കണ്ടെത്തുകയാണെങ്കിൽ ദൈവം അലറി വിളിക്കാൻ സാധ്യതയുണ്ട്. എന്തായിരിക്കും? എൻ്റെ സ്രഷ്ടാവ് എന്നായിരിക്കും മനുഷ്യനെ നോക്കി ഈ പറയുന്ന ദൈവങ്ങളെല്ലാം വിളിക്കുക. കാരണം ഈ സംഗതി ഉണ്ടാക്കിയത് മനുഷ്യനാണ്. അപ്പം ഈ മനുഷ്യനുണ്ടാക്കിയ ഒരു കാര്യം പൂർണ്ണമായും മോശമാവുക അസാധ്യമാണ്. എല്ലാ സാമൂഹ്യ തിന്മകൾക്കും പോലും, ഇപ്പം ഇവിടെ നിലനിന്നിരുന്ന തിന്മകൾക്ക് പോലും ചില പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, അയിത്തം എന്ന് പറയുന്നത് വളരെ ഒരു സോഷ്യൽ ഈവിളാണ്. പക്ഷേ അതിന് ഒരുപാട് പോസിറ്റീവ് സൈഡ് ഉണ്ട്, പ്രായോഗികത ഉണ്ട് എന്ന ആളുകൾ. ഫോർ എക്സാമ്പിൾ, അന്ന് തെങ്ങേക്കാരന് ആളിനെ കിട്ടുമായിരുന്നു, അതിജയൻ ആളിനെ കിട്ടുമായിരുന്നു, ഇന്നിപ്പോൾ ഇതിനൊന്നും കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. അത് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. പക്ഷേ പ്രിഡോമിനേറ്റഡ് ബൈ ഈവിളാണത്. മനുഷ്യനെതിരെയുള്ള വിവേചനം, അതിനകത്ത് അനീതി. അപ്പം ഇതിൽ നന്മയുടെ അംശം കുറവും തിന്മയുടെ അംശം കൂടുതലും ആകുമ്പോഴാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ആശയങ്ങളെയും എതിർക്കുന്നത്. അങ്ങനെ നോക്കുമ്പം റിലീജിയനിൽ നന്മകളുണ്ടാവാം. കാര്യം മനുഷ്യൻ ഒരു ഇമ്മോറലായിട്ടുള്ള ഒരു മോറൽ ബീയിങ് ആണ് മനുഷ്യൻ നിർമ്മിച്ച ഒന്നിൽ കുറേ നന്മകൾ എന്തായാലും ഉണ്ടാവും. പക്ഷേ അതിൻ്റെ തിന്മകൾ കൂടുതലായതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. ഒരു വ്യക്തിയും ഒരാശയവും പൂർണ്ണമായും തിന്മയല്ല. ഇപ്പോൾ നാസിസം, നാഷണൽ സോഷ്യലിസം എന്ന് പറയുന്നത്, അതിനകത്ത് എത്രയോ നേഷൻ ബിൽഡിങ്ങിനെ സംബന്ധിച്ചും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. പക്ഷേ ആസ് എ ഹോൾ ഒരു 70% എബവ് അത് എതിർക്കപ്പെടേണ്ടവയാണ്. സോ നാളെ ഒരു സമയത്ത് ഇപ്പോൾ സയൻസ് തന്നെ പ്രൂവ് ചെയ്യാണ് ഗോഡ് ഉണ്ട് എന്നുള്ളൊരു കാര്യം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും റിയാക്ഷൻ? ഈ തെളിവ് എങ്ങോട്ടാണോ നിങ്ങളെ നയിക്കുന്നത് അങ്ങോട്ട് പോവുക എന്നുള്ളതാണ് ഒരു നാച്ചുറലിസ്റ്റിക് വേൾഡ് വ്യൂ എന്ന് പറയുന്നത്. എത്തീസം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സയൻറ്റിഫിക് നാച്ചുറലിസ്റ്റിക് വേൾഡ് വ്യൂ എന്ന് പറഞ്ഞാൽ തെളിവ് നമ്മളെ നയിക്കുകയാണ്. ലെറ്റ് എവിഡൻസ് ലീഡ്. ഇപ്പോൾ നിങ്ങൾ ദൈവത്തിനോ പ്രേതത്തിനോ ചാത്തത്തിനോ മാടനോ മറുതയ്ക്കോ അല്ലെങ്കിൽ കാക്കറി പൂക്കറിക്കോ ഒരു തെളിവ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ കൂടെ പോകും. ഐ വിൽ ബി ദ ഫസ്റ്റ്. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അങ്ങനെ പോകും. തീർച്ചയായിട്ടും. നമുക്ക് നത്തിങ് ഈ ദൈവത്തിനെതിരെയോ പ്രേതത്തിനെതിരെയോ ഒരു മത്സരമോ ഒരു ഒപ്പോസിഷനോ ഒന്നും ഇല്ല. കാരണം ഇല്ലാത്തതിനെതിരെ നമ്മളൊരു ഒപ്പോസിറ്റ്, ഞാനിപ്പോൾ പ്രേതം ആണെന്ന് പറഞ്ഞ അവിടെ ഇങ്ങനെയൊക്കെ പോയി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു വരും. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അവിടെ നിൽക്കുന്നു, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, ഞാൻ അച്ഛനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വണ്ടി പിടിച്ച് കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യും. ഇത് തന്നെയല്ലേ നിങ്ങൾ ചെയ്യുന്നത് മറ്റേടത്തും. ദർ ഇസ് നോ പ്രാക്ടിക്കൽ ഡിഫറൻസ്. അതുകൊണ്ട് ഇതിനെതിരെയൊന്നും എതിർപ്പില്ല. എല്ലാവരും പറയും ദൈവവിരുദ്ധം, ദൈവത്തിനെ എതിർക്കുക. അങ്ങനെയല്ല, ദൈവത്തിനെ എതിർക്കാത്തത് കൊണ്ട് മാത്രം. ഐ ക്യാൻ ഒപ്പോസ് യു ബിക്കോസ് യു ആർ ഹിയർ. ഹൗ ക്യാൻ ഐ ഒപ്പോസ് എ ഗോസ്റ്റ്
or a goat or something that doesn't have any evidence. അതെ, അങ്ങനെ ഒരു തെളിവില്ലാത്തത് കൊണ്ട് മാത്രം. അങ്ങനെ ഒരു തെളിവ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ആദ്യം നിങ്ങളെ ഞാൻ തള്ളി മറിച്ചിട്ടിട്ട് ഞാൻ പോയി ആദ്യം കൈ കൊടുക്കും. ആരെങ്കിലും അങ്ങനെ പഠിപ്പിക്കാനായിട്ട് എപ്പോഴെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? എങ്ങനെ? ഇതേപോലെ ദൈവമുണ്ട് എന്ന് ഒരുപാട് പേര് ഇങ്ങനെ വന്ന് വിശ്വാസം പഠിപ്പിക്കാനായിട്ട് വരുന്ന ആളുകൾ കാണുമല്ലോ, അങ്ങനത്തെ ആളുകൾ സമീപിക്കാറുണ്ടോ? ഉള്ള വസ്തുക്കൾക്കൊന്നും ആരും പഠിപ്പിച്ചല്ല തെളിവുണ്ടാക്കണ്ട. നമുക്ക് രണ്ട് രീതിയിൽ വസ്തുക്കളെ തെളിയിക്കാം. ഒന്ന്, യു ക്യാൻ ബിലീവ് എനിത്തിങ് ഇൻ ടു എക്സിസ്റ്റൻസ്. നിങ്ങൾക്ക് വിശ്വസിച്ച് ഉണ്ടാക്കാം. അങ്ങനെ ഒന്നാണ് ഈ പ്രേതവും ദൈവവും ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമാണുള്ളത്. ഈ പഗ് എന്ന് പറയുന്നൊരു പട്ടിയുണ്ട്, ശരിക്കും അത് മനുഷ്യനെ ആശ്രയിച്ച് മാത്രമാണ് ജീവിക്കുന്നത്. അത് മറ്റ് സ്ട്രീറ്റ് ഡോഗ്സിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ അതിനെ അത് കടിച്ചു കീറി കൊല്ലും. അതിന് മനുഷ്യൻ്റെ ഒരു പരിചരണം ആവശ്യമാണ്. അതേപോലെയാണ് ദൈവം ഒരു പഗ്ഗാണ്. മനുഷ്യൻ എന്ന് തീരുന്നു, മൊത്തം മനുഷ്യരും ഈ ലോകത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ സർവ്വ ദൈവങ്ങളുടെയും കാറ്റ് പോകും. മനുഷ്യനുണ്ടെങ്കിൽ മാത്രമാണ് ഇതിനെ ഇങ്ങനെ കാലാകാലങ്ങളിൽ പ്രോപ്പപ്പ് ചെയ്ത് അള്ളാഹു ആയാലും കൃഷ്ണനായാലും ജീസസ് ആയാലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനാണ് അതിൻ്റെ നിർമ്മിതാവും മനുഷ്യൻ ഉപയോഗിക്കുന്നൊരു വസ്തുവാണിത്. മനുഷ്യനാണ് അതിൻ്റെ കമാൻഡർ. ദൈവങ്ങൾക്ക് അറിയുന്നത് മനുഷ്യൻ അറിയുന്നതിന് ഏത് ദൈവത്തെ എടുത്ത് നോക്കുമല്ലോ, പ്രോട്ടോണോ ഇലക്ട്രോണോ അറിയുന്ന ഒരു ദൈവം ലോകത്തുണ്ടായിട്ടുണ്ടോ? ഉണ്ടാകും. ഇന്നിനി ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകും. ഇന്നത്തെ മനുഷ്യൻ ഉണ്ടാക്കുന്ന ദൈവത്തിൽ IT ഉണ്ടാവും, AI ഉണ്ടാവും, പ്രോട്ടോൺ ഉണ്ടാവും, ക്വാണ്ടം ഫിസിക്സ് ഉണ്ടാവും. പഴയ ദൈവങ്ങൾക്കൊക്കെ അപ്പോൾ വരെയുള്ള കാര്യങ്ങൾ അന്ന് മനുഷ്യൻ എന്തറിയാമായിരുന്നു അത് ആ ദൈവങ്ങൾക്കും അറിയാം. സംതിങ് ലൈക്ക് എ പപ്പറ്റ്. നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോൾ ഈ മരണം എന്നുള്ളത് എൻഡ് എന്ന് പറയാൻ പറ്റുമോ? മരണം എന്ന് പറയുന്നത് എൻഡിനെയാണ് മരണം എന്ന് പറയുന്നത്. ആ തിരിച്ചുള്ള ചോദ്യം എത്ര സെമാൻറ്റിക്കലി റോങ് ആണ്. ആക്ച്വലി ഡെത്ത് ഇസ് ദ എൻഡ് ഓഫ് ലൈഫ്. യു സേ എൻഡ് ഓഫ് ലൈഫ്, ദെൻ യു സേ എൻഡിനെ എൻഡെന്ന് പറയാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് എത്ര മാർക്ക് കൊടുക്കും നിങ്ങൾ? അല്ല, പലരും അതെ, അത് എൻഡല്ലെങ്കിൽ അതിന് മരണമെന്ന് പറയത്തില്ല. മയക്കമെന്നോ കോമയെന്നോ. അല്ല, ഇപ്പോൾ ഒരുപാട് സമുദായങ്ങളിലാണെങ്കിലും ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ലൈക്ക് സ്പിരിച്വാലിറ്റിയിൽ കണക്ട് ചെയ്തില്ലെങ്കിൽ മരണം അവിടെ അവസാനിച്ചോ? ലൈക്ക് ആ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്. നൂർജഹാൻ, ഡെത്ത് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ലൈഫാണ്. ഒരു കാര്യത്തിന് അവസാനമാണ്. എന്നുവെച്ചാൽ ജീവനുണ്ടെങ്കിൽ മരണമില്ല, മരണം ഉണ്ടെങ്കിൽ ജീവനുമില്ല. ഒന്നിൻ്റെ നിഷേധമാണ് മറ്റൊന്ന്. അപ്പോൾ നിങ്ങൾ ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നുള്ള വളരെ ഒരു ഉൾട്ടാ സാധനത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ലൈഫ് ആഫ്റ്റർ ഡെത്ത് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഡെഡ് ആയിട്ടില്ല എന്നാണ്. നിങ്ങളൊരു കോമയിലോ വേറെ എന്തെങ്കിലും അവസ്ഥയിലോ ആയിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നോ അതാണ് ഡെത്ത്. പിന്നെ അത് കഴിഞ്ഞ് ഉത്തരധ്രുവത്തിന് വടക്ക് എന്ന് പറയുന്നോണം അത് സെമാൻറ്റിക്കലി റോങ് ആണ്. അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ബൈ എസൻസ് ഇറ്റ്സ് റോങ്. അത് ഫീൽ ചെയ്യുന്നില്ലേ? ലൈഫ് ആഫ്റ്റർ ഡെത്ത് എങ്ങനെ? ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറഞ്ഞാൽ ലൈഫ് കണ്ടിന്യൂ ചെയ്യാണ്. ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഡെഡ്. എവിടെ നിങ്ങൾ പറയണം, നിങ്ങൾ എവിടെ വെച്ച് മരിക്കും? 90-ലോ 100-ലോ 200-ലോ അവിടെ എവിടെയാണോ നിങ്ങൾ തീരുന്നത് അതിനെയാണ് മരണം എന്ന് പറയുന്നത്. അത് ബാക്കിയുള്ളതൊന്നും മരണമല്ല. ബാക്കിയുള്ളതൊക്കെ വേണമെങ്കിൽ കോമയെന്നോ സെഡേഷനോ അല്ലെങ്കിൽ അൺകോൺഷ്യസ് എന്നോ ഒക്കെ വേണമെങ്കിൽ വിളിക്കാം. ഇപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, എത്തിസം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഐഡിയോളജി ആയിരിക്കുമല്ലോ. അപ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ തെറ്റാണ് എന്ന് അവരെയും കൂടെ, അതായത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പോലെ അമ്പലത്തിൽ പോകുന്നവരെയും പള്ളിയിൽ പോകുന്നവരെയൊക്കെ നിങ്ങൾ എന്താ പറയുക കാണിക്കുന്നത് വിഡ്ഢിത്തരമാണ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവരെ അവരുടെ രീതിക്ക് വിട്ടാൽ പോരെ? ശരിയാണോ? അതായത് ഒന്ന്, നമ്മുടെ ആർട്ടിക്കിൾ 25 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ദാറ്റ് മീൻസ് യു ഹാവ് ദ റൈറ്റ് ടു ബിലീവ് ഇൻ എനി റബ്ബിഷ് തിങ്സ്, വാട്ട് ഓർ മേ ബി. അത് ചാത്തൻ സേവ ആയിക്കോട്ടെ, നരബലി ആയിക്കോട്ടെ, ഹജ്ജ് ആയിക്കോട്ടെ, എന്ത് സാധനത്തിലും വിശ്വസിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളോട് വിശ്വസിക്കരുത് എന്ന് പറയുക എന്ന് പറയുന്നത് ഭരണഘടനാവിരുദ്ധമായ ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് നോട്ട് വാട്ട് വി ആർ ഡൂയിങ്. വി നെവർ ഡു ദാറ്റ്. പള്ളിയിലും അമ്പലത്തിലും പോകുന്നതിൻ്റെ പള്ളിയുടെ വാതിലിച്ച് നിന്നിട്ട് അവർക്ക് നിങ്ങൾ തെറ്റായ വഴിയിലൂടെയാണ് കുഞ്ഞാടുകളെ പോകുന്നത് എന്ന് പറയലല്ല. അങ്ങനെ ഒരാളും പറയാറുമില്ല. ആക്ച്വലി ഒപ്പോസിങ് അല്ല അത് അവിടെ ചെയ്യുന്നത്. നമ്മൾ വി ആർ ക്രിയേറ്റിംഗ് എ കറണ്ട് ഓഫ് ഐഡിയാസ്. ഫോർ എക്സാമ്പിൾ, ചിക്കൻ പോക്സ്. പണ്ട് ദേവി കുരു വാരി എറിയുക എന്നാണ് അതിന് പറയുക. അപ്പോൾ കുരു ചികിത്സിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അമ്പലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ദേവിയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു അസൂരിക്കെതിരെ. പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാവുന്നു അതല്ല സംഗതി. എന്താണ് അതിൻ്റെ കാരണം? വാക്സിനേഷൻ വരുന്നു,
അപ്പം ഈ പല ആശയങ്ങളും മനുഷ്യരാശിയെ രക്ഷിച്ച ഒരുപാട് ആശയങ്ങൾ മതവിരുദ്ധങ്ങളായിരുന്നു. മതവഴിയിൽ പോകുമ്പോൾ സ്റ്റെം സെൽ റിസർച്ച് തന്നെ പലപ്പോഴും അമേരിക്കയിലെ ക്രിസ്ത്യൻ ഫണ്ടമെൻ്റലിസ്റ്റുകൾ ഈ സ്റ്റെം സെൽ പോലും ജീവനുണ്ട് എന്നുള്ളൊരു വാദം ഉന്നയിക്കുന്ന കാരണം ഇതിൻ്റെ വൈദ്യശാസ്ത്രപരമായ ഉപയോഗം പലപ്പോഴും നമുക്ക് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പം അവിടെയൊക്കെ നമ്മൾ പറയും ഇതങ്ങനെയല്ല. കാരണം വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സമഗ്രമായ പുരോഗതിയെയും തടയുന്ന കുറേ കാര്യങ്ങൾ ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ തന്നെ ഈക്വാലിറ്റി, ജെൻഡർ ജസ്റ്റിസ്, ഇതൊക്കെ പറയുമ്പോൾ മതാത്മകമായ ഒരു ലോകവീക്ഷണത്തിൽ സ്ത്രീ എപ്പോഴും പുരുഷന് താഴെയുള്ളൊരു ക്രീച്ചറാണെന്ന് മിക്കവാറും മതങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതിനെ എതിർക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളൊരു ഡിഫറെൻറ്റ് ജീൻസ്, നിങ്ങളിപ്പോൾ ജനറ്റിക്കലി വി ആർ ഈക്വൽ ഇൻ എവറി സെൻസ്, ജനറ്റിക്കലി വ്യത്യാസമായിരിക്കും ജെൻഡർ വൈസ്. പക്ഷേ അത് നമ്മളുടെ പദവിയിലോ നമ്മുടെ സ്റ്റേറ്റസിലോ ഉള്ള തുല്യതയെ റദ്ദാക്കാൻ പാടില്ല. അപ്പോൾ ഇത് നമുക്ക് പറയേണ്ടതുണ്ട്. എന്നെങ്കിൽ മാത്രമേ നമുക്ക് കറക്ഷൻ ഉണ്ടാക്കാൻ കഴിയൂ. ഇപ്പോൾ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടി. എങ്ങനെയാണ് എല്ലാവരും ഈ സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ സ്ത്രീകൾക്ക് വോട്ടവകാശമില്ല. അപ്പോൾ ഓരോരോ ഘട്ടങ്ങളിൽ സാമൂഹികപരമായ പുരോഗതി, വ്യക്തിയുടെ സന്തോഷം, അവൻ്റെ അവകാശം, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ വരുന്ന ഇത്തരത്തിലുള്ള ആശയപരമായ പ്രതിരോധങ്ങളിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് മതം മുന്നോട്ട് വെക്കുന്ന എ ഹെൽ ലോട്ട് ഓഫ് റിഗ്രസീവ് ഐഡിയാസ് ഉണ്ട്. അതിനെതിരെയുള്ള ആശയപരമായിട്ടുള്ള ഒരു സമരമാണ് നടത്തുന്നത്. വിശ്വസിക്കുന്നവരുടെ പുറകെ ചെന്നിട്ട് നിങ്ങളുടെ വിശ്വാസം മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സോഫ്റ്റ്വെയറിൽ തന്നെ ഉണ്ട്, ആരെങ്കിലും നിങ്ങളുടെ വിശ്വാസത്തിനെതിരെ സംസാരിക്കുകയാണെങ്കിൽ അയാളോട് മാറി നടക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം കൂടുതൽ ശക്തി ഡബിൾ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ഈ വിശ്വാസത്തിലെ തന്നെ ഒരു ഇൻഹറൻറ്റ് ഫയൽ. അതാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന പോലെ കള്ള് ഷാപ്പിൽ പോകുന്ന പോലെ ഇപ്പം മദ്യപാനം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരെയും എതിർക്കുന്ന ഒരു സംഭവമാണല്ലോ. അതായത് മദ്യപിക്കാതിരിക്കുന്നത് നമ്മൾ ഹെൽത്തിനെ അത്രയും ബാധിക്കുന്ന ഒരു സംഭവം. അതേപോലെ ഒന്നാണ് മതവിശ്വാസം എന്ന് പറയുമ്പം അതിലും ഡേഞ്ചറസ് ആണ്. കാരണം ഞാൻ പറഞ്ഞു അങ്ങനെ ഡേഞ്ചറസ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ ഐഡിയോളജിയെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ്ലി തന്നെ ഒപ്പോസ് ചെയ്യുമല്ലേ ആണ്. കാരണം മതത്തിലെ ഏറ്റവും വലിയ ഇതായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ പ്രധാനമായിട്ട് വർഗീയ ലഹളകൾ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു വ്യക്തി വേറൊരാളാണെന്നുള്ള ഒരു നേരിയ ധാരണയെങ്കിലും വരുന്നത്. ഒന്നുകിൽ ഒരു പ്രദേശത്ത് ഇപ്പോൾ അമേരിക്കൻ, ഇന്ത്യൻ എന്നൊക്കെ തോന്നുന്നത് പോലെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു എന്നുള്ളൊരു ധാരണ വരുന്നത് തന്നെ ആ ഒരു വിഭജനം, ആ വെഡ്ജ് അടിച്ചു വെച്ചിരിക്കുന്നത് ഈ മതനിർമ്മിതിയായിട്ടുള്ള വെഡ്ജാണ്. ചില ഭാഷയുണ്ട്. അപ്പോൾ ഈ മതം ഉണ്ടാക്കുന്ന വെഡ്ജ് പലപ്പോഴും മതങ്ങൾ തമ്മിലുള്ള പോരാട്ടവും മതങ്ങൾക്കിടയിലുള്ള വെറുപ്പിനും കാലുഷ്യത്തിനും കാരണമാകാറുണ്ട്, ആയിട്ടുണ്ട്. ഇന്ത്യ തന്നെ പറഞ്ഞത് മതം പ്രസവിച്ചിട്ട വർഗീയ ലഹളയുടെ ആയിരുന്നു അതിൻ്റെ മിഡ് വൈഫ് എന്ന് പറയുന്നത് തന്നെ കമ്മ്യൂണലിസമാണ്. ഇപ്പോഴും നമ്മൾ കാണുന്നതാണ്. ഈ നമ്മുടെ രാഷ്ട്രീയത്തെ തന്നെ പരുവപ്പെടുത്തുന്നതും കമ്മ്യൂണലിസമാണ്. പാർട്ടികൾ ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടി നിലകൊള്ളുന്നു, ആ മതത്തിൻ്റെ വോട്ട് ബാങ്ക് ആകുന്നു, പരസ്പരം ജനാധിപത്യം തന്നെ ഇവർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതൊരു വലിയ ഇത് മദ്യപാന്മാർ ഇതൊന്നും ചെയ്യുന്നില്ല. ഈ മതം എന്ന് പറയുന്നത് മദ്യത്തെയും മയക്കുമരുന്നിനേക്കാൾ 1000 times ഡേഞ്ചറസ് ആണ്. 1000 times. ഇന്ന് തന്നെ ഇപ്പോൾ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം നോക്കുക. ഈ പിന്നൊന്ന് ഊരിക്കഴിഞ്ഞാൽ നമുക്ക് പരസ്പരം ആലിംഗനബദ്ധരായി ഒരുമിച്ച് പോകേണ്ടുന്ന കാര്യങ്ങളേ ഉള്ളൂല്ല. അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ പരസ്പരം പരിഹരിക്കാൻ കഴിയും. ഈ ഒരു ഹിംസ എന്ന് പറയുന്നതിൻ്റെ ആഴം, അതിൻ്റെ സാന്ദ്രതയും വലിയ തോതിൽ കുറയും. ഈ ഏതീസ്റ്റ് ആയിട്ടുള്ള ആളുകളെ പല സ്ഥലങ്ങളിലും, എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സിനിമാസിലാണെങ്കിലൊക്കെ പോർട്രേ ചെയ്യുന്നത് എപ്പോഴും ഫെയർ ആയിട്ടുള്ള രീതിയിലാണെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലല്ലോ, സിനിമകൾ കൂടുതൽ എടുക്കുന്നത് വിശ്വാസികളാണ്, കാണുന്നതും വിശ്വാസികളാണ്. അപ്പോൾ അവരെ ഒന്നുകിൽ ഒരു എന്താ പറയുക, ഒരു ജോക്കേഴ്സായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഈവിൾ ക്യാരക്ടേഴ്സായിട്ടായിരിക്കും പെയിൻറ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു സാഹിത്യകൃതി എടുക്കുകയാണെങ്കിൽ മറ്റേത് കാണിപ്പോൾ ഞാനിപ്പോൾ ഒരു നിരീശ്വരവാദ പടം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും കാണില്ലല്ലോ. അപ്പോൾ ഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികൾക്ക് ഹിതകരമായ രീതിയിലായിരിക്കുമല്ലോ പ്ലോട്ടുകൾ ഉരുത്തിരിയുക. അപ്പോൾ കാണാറുണ്ടോ അത്തരം സിനിമകൾ വരുന്ന സമയത്ത്? ഞാൻ സിനിമ ഇപ്പോൾ അധികം കാണാറില്ല. പണ്ട് സിനിമ ഒരുപാട് കണ്ടിട്ട് ഒരു ദിവസം 3-4 പടങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന പ്രീ ഡിഗ്രി കാലം. നിങ്ങൾ പുതിയ ജനറേഷനുള്ളവർക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ കണ്ടിരുന്നു. ഇപ്പോൾ അധികം ഞാൻ കാണാറില്ല, ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. പിന്നെ എത്തിയിസ്റ്റുകളെ മോശമായി ചിത്രീകരിക്കുമ്പോൾ വ്രണപ്പെടുന്ന ഒരു സാധനവും നമ്മളുടെ രക്തത്തിലോ ജനറ്റിക്സിലോ ഇല്ല. ഈ ഇൻടോളറൻസ്, ഇപ്പം നിങ്ങൾ എത്തീസം മോശമാണ്, പിശാചാണ്, അല്ലെങ്കിൽ എത്തിയിസ്റ്റുകൾക്കൊന്നും യാതൊരു ധാർമ്മികതയില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നൈസ്, ഗ്ലാഡ് ടു മീറ്റ് യു, അത്രേ ഉള്ളൂ. ആരോടും വെറുപ്പില്ല. അല്ല, എങ്ങനെ ഉണ്ടാവും? നമ്മൾ പറയുന്ന വി ആർ ഓൾ ഫ്രം ആഫ്രിക്ക. നമ്മൾ ഒരു ജനറ്റിക് സ്റ്റോക്കാണ്, ഒരു സ്പീഷീസാണ്. നമ്മളിവിടെ എവിടെയൊക്കെ വന്നിട്ട് ഈ ഓരോരോ സാധനം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ മതിലുകളാണ്. ഇപ്പം നമ്മൾ പഴയ കാലത്ത് യു ആർ 24 years of age, ഓക്കെ റൈറ്റ്. പഴയ കാലത്തൊക്കെ ഈ വീടുകൾക്കൊന്നും തന്നെ മതിലുകൾ ഉണ്ടായിട്ടില്ല. എൻ്റെ പൗത്രേശ്വരത്ത് തന്നെ നോക്കുകയാണെങ്കിൽ ഒരു മതിലുമില്ലായിരുന്നു.
ഇന്ന് അവിടെ മതിലും ഗേറ്റും ഇല്ലാത്ത ഏക വീട് എൻ്റെയാണ്. ബാക്കി എല്ലാ വീടുകൾക്കും മതിലുകളായി. ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന മതിലുകളാകുമ്പോൾ മറ്റേ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. കടക്കണമെങ്കിൽ പോയി ഗേറ്റിൽ ചെന്ന് മുട്ടിയിട്ട് ബെല്ലടിക്കണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട്. അല്ല, ഒരാൾ അവരുടെ വീട് ഒരു മതിൽക്കെട്ടിനകത്താക്കി അവരവരുടെ പ്രൈവസി ആയിട്ട് അതിനകത്ത് ഇരുന്നാൽ എന്താ പ്രശ്നം? നത്തിങ് റോങ് വിത്ത് ദാറ്റ്. പക്ഷെ മതം ചെയ്യുന്നത് ഞാനൊരു ഒരു മതിലുകൾ, ഈ മതിലിന് ഒരു പർപ്പസ് ഉണ്ട്. പക്ഷേ ഒരു വിഷയം സാമൂഹ്യ തലത്തിൽ ഒരു വേറിട്ട, അതായത് നമ്മൾ അവർ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കാൻ, ഇത് ഒറിജിനൽ മതിലല്ല. ഇവിടെ നമ്മൾ സംരക്ഷിക്കുന്നത് വസ്തുവകകളും നമ്മുടെ സുരക്ഷയാണ്. അതൊരു പ്രാക്ടിക്കലായിട്ടുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള തിങ്ങാണ്. നിങ്ങൾക്ക് ഒരു കൊച്ചു പട്ടിയുണ്ട്, മറ്റു പട്ടികൾ കയറി കടിക്കാതിരിക്കാൻ ആ മതിൽ നല്ലതാണ് അല്ലേ? നിങ്ങൾക്ക് നല്ലതാണ്, കള്ളന്മാർക്ക്. അതെല്ലാം ഭൗതികമായ കാര്യമാണ്. ഞാൻ മതിലെന്ന് പറയുന്നത് മനസ്സിൽ വരുന്ന മതിൽ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണെങ്കിലും ഒരു മാരേജിനൊക്കെ പോകുമ്പോഴാണെങ്കിലും അവിടെ പ്രേയേഴ്സ് ഉണ്ടായിരിക്കും, അവരുടെ റിച്വൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കേണ്ടതായിട്ട് ഒരുപാട് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ഒരു പ്രസൻസ് ഉണ്ടാകുന്ന സമയത്ത് അതെങ്ങനെയാണ് ഡീൽ ചെയ്യാറ്? നമുക്ക് വിചിത്രമായ വിശ്വാസങ്ങളുണ്ടാവും. അതിൽ നിങ്ങൾക്കത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും ഈവൻ മതം പരത്താനും പടർത്താനും പ്രചരിപ്പിക്കാനും എല്ലാം മതം മാറ്റാനും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അവകാശം നൽകുന്നുണ്ട്. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രിഡോമിനൻ്റ്ലി മതവിശ്വാസികൾ തന്നെയാണ്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഉദാഹരണമായിട്ട് അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൊതുചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന എല്ലാവരും അതായിരിക്കും കുറച്ചുകൂടെ നല്ല റൈറ്റ് കോണ്ടസ്റ്റ്. അപ്പോൾ ഞാൻ ഒരുപാട് ചടങ്ങുകളിൽ അതിഥിയായിട്ടോ ചീഫ് ഗസ്റ്റായിട്ടോ ഒക്കെ പോയിട്ടുണ്ട്. ആ ചടങ്ങുകളിലെല്ലാം തന്നെ ചില ചടങ്ങുകളിൽ പൊതുവായിട്ട് പ്രാർത്ഥന എല്ലാവരും എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്നിട്ടേ ഉള്ളൂ. ഐ എം എ സിറ്റർ. അപ്പോൾ അതിൽ ചിലർ അത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ചിലർ തിരിച്ച് മൈക്ക് വാങ്ങിച്ചിട്ട് ഇത് മോശമായിപ്പോയി, അന്ന് എഴുന്നേറ്റാൽ എന്താണ് കുഴപ്പം എന്നൊക്കെയുള്ള രീതിയിൽ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ വെച്ച് തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് ചിലയിടത്ത്. ഇപ്പം നിങ്ങൾ വലിയൊരു ശക്തിയുമായി ലയിച്ച് ചേർന്ന് എന്തൊക്കെയോ നിങ്ങളുടെ ഭിക്ഷാടനം നടത്തുന്ന സമയത്ത് നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്നവൻ ഈ നിൽക്കുകയാണോ ഇരിക്കുകയാണോ എന്ന് എങ്ങനെ കണ്ടു എന്നൊരു ചോദ്യമുണ്ട്. അതാണോ നിങ്ങൾ ശ്രദ്ധിച്ചു എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ ഈ ഇരിക്കുന്ന ആൾക്ക് നിങ്ങളുടെ കഥ അയാളെ പങ്കിടുന്നില്ല. അയാളെ എന്തിനു എഴുന്നേൽപ്പിക്കണം? അത് നിങ്ങളുടെ ഒരു ഫാഷിസ്റ്റ് മൈൻഡല്ലേ? നിങ്ങൾ ഭൂരിപക്ഷമാണ്, അതുകൊണ്ട് അയാളെ എഴുന്നേൽക്കണം. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഒരു എത്തിസ്റ്റ് സമ്മേളനത്തിന് നിങ്ങളെ നിർബന്ധമായി പിടിച്ചുകൊണ്ട് ത്രൂ ഔട്ട് അവിടെ ഇരുത്തുകയും അവിടെ നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് കൈയടിക്കാനും അനുവർത്തിക്കാനും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല, യു ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം, അയാളെ വ്യക്തിയെ മാനിക്കുക, അയാളുടെ ആശയങ്ങളെ മാനിക്കുന്നതിനേക്കാൾ ഉപരി ആ വ്യക്തിയെ മാനിക്കുക, അത് ഇവർ ചെയ്യുന്നില്ലല്ലോ. അതൊരു ഭൂരിപക്ഷ ഭീകരതയല്ലേ? ആ ഭൂരിപക്ഷ ഭീകരത വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? യു സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്ക് ഐ ആം എ സിറ്റർ. അത് കുറേ വീഡിയോസൊക്കെ കിടപ്പുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെയൊക്കെ പലയിടത്തും ഈ അടുത്ത സേക്രഡ് ഹാർട്ട് കോളേജിൽ പോയി അവിടുത്തെ ഒരു പ്രിൻസിപ്പൽ അച്ഛൻ, ഞാനവിടെ ഒരു പരിപാടിക്ക് അവർ കുട്ടികൾ വിളിച്ചതാണ്. ഞാനിവിടെ ഇങ്ങനെ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കാം, കാറിലിരുന്ന് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം, തലകുത്തി പ്രാർത്ഥിക്കാം, ഡിഫറെൻറ്റ് കൈൻഡ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ നിങ്ങളെന്തിനാണ് ഒരു പൊതുചടങ്ങിൽ, അതായത് എസൻസ് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക, മത ഇടങ്ങളെ കൂടുതൽ മതേതരമാക്കുക, മതേതര ഇടങ്ങളെ കൂടുതൽ മതരഹിതമാക്കുക, മതരഹിത ഇടങ്ങളെ കൂടുതൽ മാനവികമാക്കുക. സ്റ്റിൽ നമ്മുടെ സ്കൂളുകളിലാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു സ്കൂളുണ്ടോ രാവിലെ ഒരു പ്രയർ സോങ് ഇല്ലാത്ത സ്കൂൾ? ഞാൻ പഠിപ്പിച്ചിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ രാവിലെയുള്ള ഈ പ്രാർത്ഥന അല്ലാതുള്ള പ്രാർത്ഥനകളെല്ലാം ഞാൻ എതിർത്തിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം പ്രാർത്ഥനകൾ നീക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ 10 കൊല്ലം പഠിപ്പിച്ചു. അവിടെ ഇതുണ്ടായിരുന്നില്ല. ഞാൻ വിമൻസ് കോളേജിൽ വന്നപ്പോൾ കാണാം, ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഏതോ ഒരു പാട്ടെടുത്തിരുന്നു, ഇങ്ങനെ ഇതാണ് തരണേ, അത് അനുഗ്രഹിക്കണേ, ഇല്ലെങ്കിൽ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ. പിള്ളേരെല്ലാം സ്റ്റാച്യു പോലെ നിൽക്കുന്നു, ഓടി കോളേജിലേക്ക് കയറുന്ന പെൺകുട്ടികൾ മാത്രമുള്ള കോളേജാണത്. അപ്പം ഞാൻ ആ കേട്ട മാത്രമേ തന്നെ ഞാനതൊരു സബ്മിഷൻ കൊടുത്തു, പ്രിൻസിപ്പലിനും കൊടുത്തു, PTക്കും കൊടുത്തു. എന്നിട്ട് വെറുതെ കൊടുത്തല്ല, ഇതിൻ്റെ മുഴുവൻ ഭരണഘടനാപരമായ ആസ്പെക്റ്റ്, ലീഗലായിട്ടുള്ള ആസ്പെക്റ്റ്, കോടതി വിധികൾ എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, ഇല്ലീഗലാണ്, ഒരുപാട് കാര്യങ്ങൾ. പിന്നെ സ്കൂൾ കരിക്കുലം അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ച് ദേശീയഗാനം തൊട്ട് ദേശീയഗാനം വരെ, അതാണ് തുടക്കവും കൊടുക്കും. അല്ലാതെ ഏതെങ്കിലും ഒരു മത അജണ്ട അതിനകത്ത് കയറ്റേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ അവരതിൻ്റെയൊക്കെ പറഞ്ഞു, ഇത് മത പ്രാർത്ഥനയല്ല, ഇത് എല്ലാവർക്കും ഉള്ള പ്രാർത്ഥന. ഞാൻ പറഞ്ഞു, എല്ലാവർക്കും ഉള്ള പ്രാർത്ഥന എന്ന് പറയുന്നൊരു പ്രാർത്ഥനയേ ഇല്ല ലോകത്ത്.
ഇപ്പോൾ ചന്തമേറിയ പൂവിലും ശബളാഹമാൻ ശലഭത്തിലും എന്ന് പറയുന്ന എല്ലാ വസ്തുക്കളിലും ഈശ്വര ചൈതന്യം ഉണ്ട് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഒരു മുസ്ലിമിനോ ഒരു ക്രിസ്ത്യാനിറ്റിക്കോ സ്വീകരിക്കാൻ പറ്റില്ല. അവനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവും സൃഷ്ടിയും രണ്ടാണ്. ഹിന്ദുവിനെ അദ്വൈതം മുന്നോട്ട് വെക്കുന്ന ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം നീ തന്നെയാണ് ദൈവം, എല്ലാത്തിലും തുടിച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് ഡയമെട്രിക്കലി ഓപ്പോസിറ്റാണ്. ഇവരെ സംബന്ധിച്ചോളം സെമറ്റിക് മതങ്ങളെ സംബന്ധിച്ചോളം ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്യമത ആരാധന എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നരകശിക്ഷ നൽകുന്ന കുറ്റം. ഷിർക്ക് എന്ന് പറയും, നിങ്ങൾക്കറിയാം. അപ്പം ഇവർ ഷിർക്കാണ് ഇതിലൂടെ ആചരിക്കുന്നത്. അവരെ നരകത്തിലേക്ക് നിങ്ങൾ തള്ളിവിടുകയാണ്. ഞാൻ ഇങ്ങനെ കുറേ ആർഗ്യുമെൻറ്റ് പറഞ്ഞപ്പോഴത്തേക്ക് അവരപ്പോഴേ കട്ട് ചെയ്തു. സംഗതി മൊത്തം പ്രാർത്ഥനയും വേണ്ട, ഒന്നും വേണ്ട. ഞാനത് റിലീജിയസ്ലി സോൾവ് ചെയ്തു. ഞാനാദ്യം ഭരണഘടന പറഞ്ഞു, പിന്നെ വിദ്യാഭ്യാസ ചട്ടം പറഞ്ഞു, നിയമം പറഞ്ഞു, രാജ്യത്തെ സെക്കുലറിസം പറഞ്ഞു, മാനവികത പറഞ്ഞു. അപ്പോഴും അവർ പറയുന്നത് ഇത് പൊതു പ്രാർത്ഥന. ദർ ഇസ് നോ പൊതു പ്രാർത്ഥന. ലോകത്ത് ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് രചിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു 1,00,000 രൂപ സമ്മാനമായിട്ട് തരാം. പൊതു പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന എല്ലാവരെയും ദർ ഇസ് നോ ഗോ. അങ്ങനൊരു ഗോഡില്ല. മതദൈവങ്ങൾ മാത്രമേ ഉള്ളൂ. വെറുതെ ഇങ്ങനെ ഗാന്ധി ഫോർ എക്സാമ്പിൾ, ഗാന്ധി ഈശ്വർ അള്ളാ തേരെ നാം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അത് മുസ്ലിങ്ങൾ ചൊല്ലില്ല. അത് ഈശ്വർ അള്ളാ തേരെ നാം എന്ന് പറഞ്ഞാൽ അത് തൗഹീദിനെതിരാണ്. ഗാന്ധി വിചാരിച്ചു അങ്ങനെ അവരെടുക്കുമെന്ന്. ഇപ്പം തന്നെ കാശ്മീരിലെ മെഹബൂബ മുഫ്തി ഇതേ ഈശ്വർ അള്ളാ തേരെ നാം ആ പാട്ട് അവിടെ പാടുന്നത് തൗഹീദിനെതിരാണെന്ന് പറഞ്ഞ് അവർ ഭയങ്കര ബഹളം ഉണ്ടാക്കി. ഇപ്പം മുസ്ലിങ്ങൾ എടുക്കില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു എൻ്റെ കമ്മ്യൂണിറ്റി അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. കുറച്ച് പേര് മേ ബി ഇസ്ലാം അനുസരിച്ച് അത് എടുക്കാൻ പറ്റില്ല. ഇസ്ലാം അനുസരിച്ചിട്ട് എടുക്കാൻ പറ്റില്ല എന്നാലും എൻ്റെ കമ്മ്യൂണിറ്റി മേ ബി അങ്ങനെ ആകണം എന്നില്ലല്ലോ. അല്ല, ഒരു വലിയൊരു പോപ്പുലേഷൻ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാവും. അതെ. അപ്പോൾ നമ്മൾ ലൈക്ക് ഒരു ബിഗർ പോപ്പുലേഷൻ. അപ്പോൾ നമുക്ക് ഇസ്ലാമിൽ തന്നെ കുറച്ച് പേര് അത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലെ ഇസ്ലാം ഫോളോ ചെയ്യുന്ന ഒരു പെർസെൻറ്റേജ് ആളുകൾ. ഇപ്പം ഞാൻ ഇസ്ലാമാണ്, അപ്പോൾ ഞാൻ എന്ന് വെച്ച് ഒരിക്കലും ആ ഒരു വരി പാടിയെന്ന് വെച്ചിട്ട് എനിക്കെന്തോ വലിയ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ലല്ലോ. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ കമ്മ്യൂണിറ്റി അല്ല പറഞ്ഞത്, ആസ് പെർ ഇസ്ലാം. ഒരു ഇസ്ലാമിലായാലും ക്രിസ്ത്യാനിറ്റി എല്ലാ സമൂഹത്തിലും ഞാൻ പറഞ്ഞില്ലേ, മദ്യം കഴിച്ചിട്ട് പോയി മറ്റവനെ കഴുത്ത് വെട്ടുന്നവൻ തൊട്ട് ഒരു മൂലയ്ക്ക് കിടന്ന് ഒരു ശല്യമില്ലാതെ ഉറങ്ങുന്നവർ വരെയുണ്ട്. ഒരേ ലഹരി തന്നെയാണ് കഴിക്കുന്നത്. പക്ഷേ ഇസ്ലാമിൻ്റെ കോർ ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദൈവ വിശ്വാസമാണ്, തൗഹീദാണ്. അള്ളാണ് ദൈവം. അള്ളയും സുമേഷും രാജേഷും എല്ലാം ദൈവമാണെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഷിർക്കാണ് ബേസിക്കലി. അത് വലിയ കാര്യമായിട്ട് എടുക്കാത്ത ആളുകളുണ്ട്. വെള്ളം ചേർത്തടിക്കുന്നവരുണ്ട്, വെള്ളം ചേർക്കാതെ അടിക്കുന്നവരുണ്ട്. പക്ഷെ എനിക്ക് പറയാൻ കഴിയുന്ന എൻ്റെ സ്റ്റാൻഡേർഡ് റിലീജിയൻ്റെ കാര്യമല്ല പറയാൻ പറ്റും. വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ ആളുകൾ ചെയ്യുന്നു എന്നുള്ളത് അതിൻ്റെ കോർ എന്നതാണെന്ന് പറയുന്നതിനൊരു തടസ്സമാണ്. ഇപ്പോൾ വീട്ടിൽ ഫാമിലിയിൽ ഈ പറയുന്ന പോലെ ഒരു മതം ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഒരാളുണ്ടോ? എൻ്റെ ഇപ്പം ഏറ്റവും അടുത്ത ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളുമാണല്ലോ. എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു. അപ്പം എൻ്റെ വീട്ടിലെ മതം ഇല്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ എൻ്റെ വൈഫിന് മതം വിശ്വാസം ഉണ്ടായിരുന്നു, കല്യാണ സമയത്ത് വിശ്വാസം ഉണ്ടായിരുന്നു. അവളുടെ വിശ്വാസത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. സ്വയം മാത്രമേ നിങ്ങൾക്ക് എത്തിയിട്ടാണ് പറ്റും. മക്കളുടെ കേസിലാണെങ്കിൽ അപ്പോൾ ഇവരുടെയൊക്കെ ഇപ്പോൾ മക്കളുടെ ആണെങ്കിലും റെക്കോർഡിക്കലി നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് റെക്കോർഡ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഈ പറയുന്ന പോലെ റിലീജിയൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? ഐ മീൻ പല കാര്യങ്ങൾക്ക് നമുക്ക് ഈ റെക്കോർഡിലുണ്ടോ ഇല്ലയോ ഇതൊന്നും അല്ല പ്രസക്തമായിട്ടുള്ള കാര്യം. റെക്കോർഡ് ചില ആൾക്കാർ എന്തൊക്കെ പറയാറുണ്ട്, നിങ്ങൾ റിലീജിയൻ പേരെഴുതിയിട്ടുണ്ട്, എനിക്കതൊന്ന് ഡിലീറ്റ് ചെയ്യണം, ഗസറ്റ് നോട്ടിഫിക്കേഷൻ. അപ്പം അത് നിങ്ങളെ ആരെയാണ് ബോധ്യപ്പെടുത്തുന്നതെന്നൊരു ചോദ്യമുണ്ട്. നിങ്ങളൊരു റിലീജിയസ് ലൈഫാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയാൽ മതി. നിങ്ങളുടെ പുറകോട്ട് പോയി നടന്ന വഴിയിലെ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നുകിൽ ആരെ കാണിക്കാനായിട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ കാര്യമില്ല. നിങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നത് നിങ്ങളൊരു പോയിന്റിലാണല്ലോ അത് വരുന്നത്, അങ്ങോട്ട് പോയാൽ മതി. ഇപ്പോൾ നിങ്ങൾ ചില പറയാം റെക്കോർഡ് തിരുത്തിയാലും മനസ്സിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കരഞ്ഞു പോകത്തില്ലേ? നിങ്ങൾ തിരുവനന്തപുരത്ത് വണ്ടിയൊക്കെ പിടിച്ച് ഗസറ്റ് റിപ്പോർട്ടൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ SLC കോളത്തിൽ അതങ്ങ് മാറ്റുന്നു, അല്ല നോ റിലീജിയൻ എന്തെങ്കിലും എഴുതി ചേർക്കുന്നു.
പിന്നെ ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ പറയുന്നു നീ അതൊക്കെ എവിടുന്ന് വായിച്ചാലും പോകാത്ത കുറേ സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? തളർന്നു പോകും അല്ലേ? അപ്പം അതല്ല വിഷയം, നിങ്ങൾ ജീവിക്കുന്ന രീതി അതാണ് ഏറ്റവും പ്രധാനം. ഈ ഡോക്ടേഴ്സ് ആണെങ്കിലും നമ്മളെ ഈ സ്കൂളിൽ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ടീച്ചേഴ്സ് വരെ നമ്മുടെ അടുത്ത് എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് വന്ന് എക്സാം എഴുതണം എന്ന് പറയുന്നത്. ഇവരുടെ ഒന്നും ചിന്തകൾ സയൻസ് ഇത്രയും പഠിച്ചിട്ടും ഈ ഡോക്ടേഴ്സ് ആണെങ്കിലും MBBS കഴിഞ്ഞിട്ടാണെങ്കിലും സ്പെഷ്യലൈസേഷൻസ് ചെയ്തിട്ടാണെങ്കിലും ഒന്നും ഇവരുടെ ചിന്തകൾ മാറുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് നമുക്ക് പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇല്ല. ഈ നമ്മുടെ പൊതുവിദ്യാഭ്യാസം പോലും ഇത് പറഞ്ഞല്ലോ, രാവിലെ ഭിക്ഷാടനം നടത്തിയിട്ട് ഞങ്ങൾക്ക് അത് തരണേ ഇത് തരണേ, ഞങ്ങൾക്ക് ത്രാണിയില്ല, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തോർത്ത് വിരിച്ചുകൊണ്ടാണ് ആദ്യം നമ്മുടെ വിദ്യാഭ്യാസം രാവിലെ തന്നെ തുടങ്ങുന്നത്. പിന്നെ ചിലർ എക്സ്ട്രാ ആയിട്ട് പ്രാർത്ഥിക്കും, ധൂവക്കൂട്ടിൽ പോവും, അത് ചെയ്യും, അമ്പലത്തിൽ പോയിട്ട് വന്ന് പരീക്ഷ എഴുതും, പേന പൂജിക്കും, വെഞ്ചരിക്കും, എന്തൊക്കെയോ സാധനങ്ങൾ ചെയ്യും. ഒരു എത്തിയിസ്റ്റ് അപ്പുറത്ത് മാറിയിരുന്ന് ഇതൊന്നും ചെയ്യാതെ അവനും എഴുതും. നിങ്ങളുടെ മാർക്ക് എന്തായിരിക്കും ഡിക്റ്റേറ്റ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ചെയ്യുക, പഠിക്കാതിരിക്കുക. പരീക്ഷ എഴുതാണെങ്കിൽ നിങ്ങൾ പറയുന്നതിനകത്തൊരു പോയിന്റ് ഉണ്ട്. ഇപ്പം നോർമലി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ആനയെ വരയ്ക്കാനാണ് പറയുന്നത്. ആനയ്ക്കാണ് മാർക്ക്, 10 മാർക്കുണ്ട് ആനയ്ക്ക്. ഞാൻ നന്നായിട്ടൊരു ആനയെ വരയ്ക്കുന്നു, എനിക്ക് 10ൽ 10 കിട്ടുന്നു. നൂർജഹാൻ ഒരു ആനയെ വരയ്ക്കുന്നു, അതിൻ്റെ കൂടെ ഇപ്പുറത്തൊരു ചെറിയൊരു കൂനയും കൂടെ വരച്ച് വെക്കുന്നു. എന്നിട്ട് നിങ്ങൾ കൊടുക്കുന്നു, നിങ്ങൾക്കും 10ൽ 10 കിട്ടുന്നു. നിങ്ങൾ പുറത്ത് പോയി പറയുന്നു, കൂന കൊണ്ട് വരച്ചത് കൊണ്ടാണ് എനിക്ക് ഫുള്ള് കിട്ടിയത്, അല്ലെങ്കിൽ 8ഓ 7ഓ ഒക്കെ ആകാമായിരുന്നു. എനിക്ക് നിങ്ങളേത് അങ്ങനെ അല്ലെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം നിങ്ങളൊരു പാരലൽ വേൾഡിലാണ്. പക്ഷെ ഞാൻ കൂന വരച്ചിട്ടില്ല, എനിക്ക് 10ൽ 10 കിട്ടി. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും നാളെ എല്ലാവർക്കും ഇത് മനസ്സിലായി ഈ ഒരു സംഭവം. അതായത് നിങ്ങളുടെ ഒരു ഐഡിയോളജി എന്താണെന്നുള്ളത് ഈ എത്തിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ഐഡിയോളജീസ് ലോകത്തുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലായി. ജസ്റ്റ് ഒരു സങ്കല്പികമാണേ. അപ്പോൾ അങ്ങനെ മനസ്സിലായി എല്ലാവരും എത്തിസ്റ്റുകളായി റിലീജിയൻ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു 50 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ലോകം? ഏത് രീതിയിലായിരിക്കും? ഒന്നാമത്തെ കാര്യം, താങ്കൾ നിരന്തരമായി ഉപയോഗിക്കുന്ന വാക്ക് ഐഡിയോളജി, ഡോഗ്മ. നമ്മൾ ഐഡിയോളജിക്ക് എതിരാണ്, പ്രത്യയശാസ്ത്രത്തിനെതിരാണ്. ഡോഗ്മ പ്രത്യയശാസ്ത്രം, ഐഡിയോളജി എന്നൊക്കെ പറയുന്നത് ഈ പ്രപഞ്ചം എങ്ങനെ മുന്നോട്ട് പോകുന്നു, നമ്മളെങ്ങനെ ജീവിക്കണം, ഇതെ സംബന്ധിച്ച് വളരെ ഫിക്സഡ് ആയിട്ടുള്ള പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു സംഹിത, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വീക്ഷണങ്ങളും നിങ്ങളുടെ പ്രവർത്തനങ്ങളും ജീവിതങ്ങളും എല്ലാം രൂപപ്പെടുത്തുന്നതാണ് ഈ ഐഡിയോളജി. ഇപ്പം മാർക്സിസം ഒരു ഐഡിയോളജിയാണ്. എത്തീസത്തിനടിയിൽ ഒരു ഇസം ഉള്ളതുകൊണ്ടായിരിക്കും താങ്കൾ അതും ഒരു ഐഡിയോളജിയാണ്. അല്ല, എത്തീസം ഐഡിയോളജി അല്ല. അതായത് പുക വലിക്കുന്നത് ഒരു പല രീതിയിലുള്ള കുറ്റമാണല്ലോ, പല രീതിയിൽ ആളുകൾക്ക് ഹാമാണ് അല്ലേ? നിങ്ങൾക്കും മറ്റുള്ളവർക്കെല്ലാം ഹാമാണ്. പുകവലിക്കെതിരായിട്ടുള്ള നിലപാട് നിങ്ങളൊരു ദുശീലമായിട്ടോ ഒരു ഐഡിയോളജി ആയിട്ടോ കാണുകയാണെങ്കിൽ, അല്ലെ മദ്യപിക്കാതിരിക്കുന്ന ഒരു ഐഡിയോളജി ആണെങ്കിൽ, സ്റ്റാമ്പ് കളക്ട് ചെയ്യാതിരിക്കുന്നത് ഒരു ഹോബിയാണെങ്കിൽ, എത്തീസവും ഒരു കാര്യം വെച്ചാൽ ഒന്നിൻ്റെ നേർ വിപരീതമായതും അതാണെങ്കിൽ, അങ്ങനെ പറഞ്ഞാൽ പോയി ആണെങ്കിൽ മാത്രമാണ് ഇത് ഐഡിയോളജി. വി ആർ അഗെയിൻസ്റ്റ് ഡോഗ്മാസ്, വി ആർ അഗെയിൻസ്റ്റ് ഐഡിയോളജി. ഇസ്ലാം ഈസ് എൻ ഐഡിയോളജി, ക്രിസ്ത്യാനിറ്റി ഈസ് എൻ ഐഡിയോളജി. ഫോർ എക്സാമ്പിൾ, ക്രിസ്ത്യാനിറ്റിയിൽ മനുഷ്യൻ പാപിയാണ്, പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ടാണ് ആൾ വരുന്നത്. നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ പറയുന്നത് മനുഷ്യൻ ആരും പാപികളല്ല, ഒരു വെള്ളത്തിൽ മുക്കേണ്ട കാര്യമില്ല, നിങ്ങളിലൊരു അഴുക്കുമില്ല, നിങ്ങളിലുള്ള അഴുക്ക് സോപ്പ് തേച്ച് കഴിഞ്ഞാൽ പോകുന്ന അഴുക്കുകളേ ഉള്ളൂ. അത് ആർക്കും ചെയ്യാം, ചെയ്യാതിരുന്നാൽ അഴുക്ക് വരും. അല്ലാതെ നിങ്ങൾ ഇൻറ്റേർണലി എറ്റേണൽ സിൻ ഒന്നുമില്ല നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവ്വ പിതാമഹന്മാർ ചെയ്തിട്ടുള്ള തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും ഒക്കെ നിങ്ങൾ മാപ്പിരക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ സഹജീവിയോട് മാന്യത കാണിക്കുക, ഇതാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ രാഹിത്യമാണ് ഇത്തരം കാർക്കശ്യങ്ങളും. ഇപ്പം ഇസ്ലാമിൻ്റെ ലോകവീക്ഷണം, ക്രിസ്ത്യാനിറ്റിയുടെ ലോകവീക്ഷണം, മാർക്സിസത്തിൻ്റെ ലോകവീക്ഷണം, ഇതിൽ നിന്ന് ഒരു മോചനമാണ് യഥാർത്ഥത്തിൽ എത്തിസം എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് നോട്ട് ആൻ ഐഡിയോളജി ഇറ്റ് സെൽഫ്, ഇറ്റ്സ് ജസ്റ്റ് എ റിലീഫ്, എ ലിബറേഷൻ. ഇപ്പോൾ ജെൻഡർ ജസ്റ്റിസ്, ഇപ്പോൾ സ്ത്രീ പുരുഷൻ്റെ കൃഷിയിടമാണ് എന്നൊരു വാദം ഒരിക്കലും ഒരു എത്തിസ്റ്റ് വേൾഡിൽ അംഗീകരിക്കപ്പെടില്ല. ഒരു സെക്കൻഡറി സിറ്റിസൺ അല്ലെങ്കിൽ കുറഞ്ഞവൻ കൂടിയവൻ എന്നുള്ള വാദം അംഗീകരിക്കപ്പെടില്ല. ഇല്ല. അതിപ്പം പിന്നെ അതുപോലെ തന്നെ കറുത്തവൻ വെളുത്തവൻ. ഇപ്പോൾ നമ്മൾ സയൻസും എത്തീസും ഒക്കെ എന്താണ് പറയുന്നത്? നിങ്ങൾ ട്രോപ്പിക്കൽ റീജിയനിലാണെങ്കിൽ നിങ്ങൾ കൂടുതൽ സോളാർ റേഡിയേഷൻ വരികയും നിങ്ങളുടെ സ്കിന്നിലെ മെലനിൻ കൂടുതൽ ബൂട്ടഡ് ആവുന്നു, മെലനോസൈറ്റ് കോശങ്ങളിൽ നിന്ന് മെലനിൻ വരുന്നു, സ്കിൻ ഡാർക്കർ ആവുന്നു. പോളാർ റീജിയനിൽ പോകുമ്പോൾ കുറച്ച് സൺലൈറ്റ് സ്ലാൻഡഡ് ആയിട്ട് വരുന്നു, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ലെസ് ബൂട്ടിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ആ പിഗ്മെൻറ്റേഷൻ്റെ വ്യത്യാസമാണ്, അല്ലാതെ അതർവൈസ് അങ്ങനെ ആളുകൾക്ക് അതിലെ വിവേചനത്തിനായിട്ട് വർണ്ണം അല്ലെങ്കിൽ നിറം ഒരു ഘടകമാകാൻ പാടില്ല എന്നുള്ളൊരു ബോധ്യമാണല്ലോ അതിലൂടെ വരുന്നത്. ഇതെല്ലാം നല്ല കാര്യങ്ങളല്ലേ? ഇറ്റ് ക്യാൻ ബി എ ബെറ്റർ പ്ലേസ്.
അല്ലെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളെ പ്രസവിക്കാത്തതിന് പണ്ട് ഇംഗ്ലണ്ടിന് തന്നെ ചരിത്രം അറിയാമല്ലോ, ഭാര്യ ആൺകുട്ടിയെ പ്രസവിക്കാത്തത് കൊണ്ടാണ് ഹെൻറി VIII വീണ്ടും മാരി ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഒരു കുട്ടിയുടെ ലിംഗം ആണാണോ പെണ്ണാണോ എന്ന് നിശ്ചയിക്കുന്നതിൽ അത് സ്ത്രീയുടെ ഉത്തരവാദിത്വമാണെന്നും അത് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അവളെ ശിക്ഷിക്കണമെന്നും വാദിക്കുന്ന ഒരു ലോകവീക്ഷണം മാറുകയാണ് അവിടെ. നമുക്കറിയാം ഇപ്പം അതിൽ സ്ത്രീക്കോ പുരുഷനോ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നും ഒക്കെ നമുക്കെല്ലാം അറിയാം. അപ്പോൾ സയൻസിൻ്റേതായിട്ടുള്ള ലോകവീക്ഷണം കൂടുതൽ അഡ്വാൻസ്ഡ് ആണ്, കൂടുതൽ ഹ്യൂമെയിൻ ആണ് എന്ന് ഞാൻ കരുതുന്നു. അതായിരിക്കും കൂടുതൽ പേര് എത്തിസ്റ്റ് ആകുമ്പോൾ സംഭവിക്കുക. ഇതിനകത്ത് നടക്കുന്നത് എന്താണെന്ന് അറിയാൻ, അല്ലെങ്കിൽ ഒരു എക്സ്പീരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു റിലീജിയൻ, യു ക്യാൻ ചൂസ് എനി വൺ, അത് ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 1 മന്ത് ഫോളോ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഫോർ യുവർ എക്സ്പീരിമെൻറ്റ്, അങ്ങനെയാണെങ്കിൽ ഏത് ചൂസ് ചെയ്യും? ഏതിനെക്കുറിച്ച് അറിയാനായിരിക്കും ആഗ്രഹം കൂടുതൽ? I was in that compartment for a long time. Why should I reuse something to know, something that I already know? ഞാൻ ആ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുകയായിരുന്നല്ലോ. ഞാൻ ആ ഇറങ്ങിയ തീവണ്ടിയിലേക്ക് വീണ്ടും തിരിച്ചു കയറേണ്ടി വന്നാൽ ഏത് വണ്ടിയിൽ കയറും എന്നുള്ളൊരു ചോദ്യം പോലെയാണ്. ആളുകളുടെ അടുത്ത് ഇപ്പോൾ എൻ്റെ വിശ്വാസം വിശ്വാസം എന്ന് അതിനെ പറയാൻ പറ്റും, വിശ്വാസരാഹിത്യം, ഡിസ്ബിലീഫ്. എത്തിസം ഈസ് നോട്ട് എ വിശ്വാസം, വിശ്വാസം ഇല്ലായ്മയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തിനാണ്? ഇപ്പൊ സൂര്യൻ ഉണ്ട് എന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല, ഇത് ഉള്ളതിനെ വിശ്വസിക്കേണ്ട കാര്യമില്ല. വിശ്വാസം എന്ന് പറയുന്ന ഒരു ഓവർഡോസ് ആണ്, ഒരു ബൂസ്റ്ററാണ്, ബൂസ്റ്റർ ഇഞ്ചക്ഷനാണ്. ഇല്ലാത്ത കാര്യങ്ങളെ നിലവിൽ വരുത്താനാണ് വിശ്വാസം ആവശ്യമായിട്ട് വരിക. ഉള്ള കാര്യങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. ഉള്ള കാര്യങ്ങൾ സ്വയമേ തെളിവ് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു സ്റ്റാർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ കാരണം അത് സ്റ്റാറാണ്, ഇതുണ്ടാവും. ഇനി അവിടെ ഒരു സ്റ്റാർ ഉണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റാറിനെ ഭാവനയിലൂടെ ചിന്തയിലൂടെ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഒരു ഏത്തിസ്റ്റ് ആയതുകൊണ്ട് തന്നെ പ്രൊഫഷണലിയോ അല്ലെങ്കിൽ പേഴ്സണലിയോ ഒരുപാട് ക്രിറ്റിസിസംസ് ഒക്കെ കേൾക്കാറുണ്ടോ? എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള അനുഭവമില്ല. എനിക്കതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, അത്തരത്തിലൊരു ഇരവാദം ഞാൻ ഉന്നയിക്കുന്നില്ല. പക്ഷേ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ, ഡിഫറെൻറ്റ് ലെവൽ, ഡിഫറെൻറ്റ് റിലീജിയൻസ്. അതിൻ്റെ പ്രഷറിന് വ്യത്യാസമുണ്ട്, ഏലിയനേഷന് വ്യത്യാസമുണ്ട്, ഒപ്രഷന് വ്യത്യാസമുണ്ട്, ഞെരുക്കത്തിൽ വ്യത്യാസമുണ്ട്. അതൊരു വസ്തുതയാണ്. ഇപ്പം ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് താങ്കൾ ചോദിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ അനുഭവം, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു എവരിബഡി ഇൻ ദാറ്റ് കേസ്. എനിക്കങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലൊരിക്കലും മതം ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയം ആയിരുന്നേ ഇല്ല. അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, അമ്മ വിശ്വാസിയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അങ്ങനെ ഒരു അസ്ഥിയിൽ ഇട്ട കമ്പി പോലെ വിശ്വാസം നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. വളരെ സാധാരണ രീതിയിലുള്ള സന്ധ്യതാമം ചൊല്ലുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രായത്തിൽ അങ്ങനെയൊക്കെയുള്ള അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഒരു 7ാം ക്ലാസ് മുതൽ തന്നെ ഞാൻ തീവ്ര വിശ്വാസിയായിരുന്നു. ഞാനൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക, നടപ്പിലാക്കുക, ഏതോ ശക്തി, ഏതോ വിറയൽ നമ്മളെല്ലാം നോക്കുന്നു, ചില അനുഭവങ്ങൾ ഈ രീതിയിലൊക്കെ ചിന്തിച്ചെടുക്കുക. ഒരു റോങ് വേ ഓഫ് തിങ്കിങ്, അതായത് റിലീജിയസ് വേ ഓഫ് തിങ്കിങ്ങിലാണ് എൻ്റെ ബ്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു ഡീവിയേഷൻ ക്രമേണ ഉണ്ടാകുമായിരുന്നു. ഈവൻ ലൈക്ക് 2 മൈനകളെ അടുപ്പിച്ച് കണ്ടു കഴിഞ്ഞാൽ നല്ലത്, 3 കണ്ടു കഴിഞ്ഞാൽ മോശം. അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. മതം എന്ന് പറയുന്നത് പിന്നെ അതാണല്ലോ, അന്ധവിശ്വാസങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റാണല്ലോ. ഇതിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് അന്ധവിശ്വാസം ഇതെല്ലാം കൂടെ എടുത്തൊരു സ്ഥലത്ത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം റിലീജിയൻ. അതിൽ നിന്ന് ഒരു 7ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് പ്രാർത്ഥന നിർത്തി. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടും, അടി കൊള്ളില്ല എന്നൊക്കെ ആയിരുന്നു അന്നത്തെ വിശ്വാസം. പിന്നെ അതിനെതിരായിട്ടുള്ള തെളിവുകളുടെ കൂമ്പാരങ്ങൾ നമ്മളെ മേളിലേക്ക് വന്ന് വീഴുന്നു. നമ്മൾ മെല്ലെ ചിന്തിക്കാൻ തുടങ്ങും, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചിന്തിക്കുന്നത്. അപ്പോൾ മനസ്സിലാകുന്നു ഇത് പ്രാചീനമായിട്ട് തന്നെ നമ്മളിൽ, പാരമ്പര്യമായിട്ട് തന്നെ നമ്മളിൽ കൊണ്ടുവരുന്ന ഒരു ചിന്താ രീതിയാണ്. അത് സപ്പോർട്ടഡ് ബൈ യുവർ പാസ്റ്റ്, യുവർ പ്രിഡിസസേഴ്സ്, യുവർ റിലേറ്റീവ്സ്, ദ സിസ്റ്റം, യുവർ ടീച്ചേഴ്സ്, എവറിത്തിങ്. അപ്പം അതിന് ഞാൻ അടിമപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. എനിക്ക് മനസ്സിലായി. ഞാൻ മെല്ലെ നോക്കി, അവിടെ നിന്നു, അങ്ങോട്ട് പോകുന്നില്ല. നോക്കി, ചുറ്റും നോക്കി. ഞാൻ എൻ്റെ ബോസ് ആവാൻ തീരുമാനിക്കുന്നു. എൻ്റെ തീരുമാനങ്ങൾ ഞാൻ എടുക്കാൻ തീരുമാനിക്കുന്നു. എനിക്ക് പുറത്തുള്ള അധികാര കേന്ദ്രങ്ങളെ ഞാൻ സംശയത്തോടെ വീക്ഷിക്കാൻ തുടങ്ങുന്നു. സോ ഐ ടേക്ക് കൺട്രോൾ ഓഫ് മൈ സെൽഫ്. എത്തിസം ഈസ് ഓൾ അബൌട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ ലിബറേഷൻ. യു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് ആൻഡ് യു ബിക്കം യുവർ ബോസ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.